ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അച്ഛനും മോളും നല്ല ഉറക്കത്തിലാണ്, കെട്ടിപ്പിടിച്ചൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ തന്നെ 8 മണി 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടും പയർ കറിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിൻ്റെ കൂടെ പയർ കറി അങ്ങനെയൊക്കെ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കറി ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് വെറും അച്ചാർ മാത്രം ഉണ്ടെങ്കിൽ ഞാൻ പുട്ട് തിന്നോളും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിൻ്റെ കൂടെ നാരങ്ങ അച്ചാർ കൂടുതൽ കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ വെളുത്തുള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് പുതുമട വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. കിട്ടില്ല ടേസ്റ്റാണ് ഗൈസ്. ആമി എന്താ അച്ഛ മേടിച്ചത് കുഞ്ഞിന്? ഐസ്ക്രീമോ? പൊട്ടിച്ചു. എന്തൊക്കെയോ മേടിച്ചിക്ക്. ക്രീം ബണ്ണോ, കാടമുട്ടയോ, മിഠായിയോ? എനിക്കുണ്ടോ ഐസ്ക്രീം? വാവ്, അമ്മയ്ക്ക് ഐസ്ക്രീം. അച്ഛനും മോളും പുറത്ത് പോയി കഴിഞ്ഞാൽ ആ കട മൊത്തം മേടിച്ചിട്ടാ പുറത്തേക്ക് വരിക. അച്ഛൻ്റെ മോളുടെ പുറത്തു പോക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആലോചിച്ചു ആമിക്കുട്ടിയുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്താലോ എന്ന്. കാരണം ഒരു ലെവലില്ലാത്ത രീതിയിലാണ് കേട്ടോ ഹെയർ വളർന്നു വന്നിരുന്നത്. അപ്പോൾ പിറന്നാൾ മാസമായി കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കളിലൊരു വിശ്വാസം ഉണ്ട് അല്ലേ, പിറന്നാൾ മാസത്തിൽ മുടി വെട്ടാൻ പാടില്ല എന്ന്. അപ്പോൾ അത് കാരണം പിറ്റേ ദിവസം പിറന്നാൾ മാസം തുടങ്ങുമായിരുന്നു ആമിക്കുട്ടിയുടെ. അപ്പോൾ അത് കാരണം അതിൻ്റെ തലേ ദിവസം തന്നെ പോയി വെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറക്കിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഇവളെ കൊണ്ടുപോയത്. പക്ഷെ അവിടെ എത്തി ഞാൻ കാലെടുത്തിറങ്ങിയതും എന്താ പറയുക, അവൾ അങ്ങോട്ട് എണീറ്റു. പിന്നെ ഞാൻ വിചാരിച്ചു ഈശ്വര സമ്മതിക്കാനാവും അവൾ മുടി വെട്ടാനായിട്ട്. പക്ഷെ എന്താണെന്നറിയില്ല, എൻ്റെ മോൾ അടങ്ങി ഒതുങ്ങി ഇരുന്ന് തന്നിട്ടോ. ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്, ഇരുന്ന് തരുമോ. കാരണം കേരള പഴനിയിൽ പോയിട്ട് തന്നെ അവൾ ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു മുടി വെട്ടണ സമയത്ത്. പക്ഷെ എൻ്റെ മോൾ അടങ്ങി ഒതുങ്ങി ഇരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ആ സമയത്താണ് കേട്ടോ നമ്മുടെ അപ്പൂനെയും അമ്മനേനെയും കണ്ടത്. അപ്പോൾ അവരേനെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പഞ്ചാർമേടിക്ക് പോയി അമ്മയുടെ അടുത്തേക്ക്. അമ്മേനെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ വരുന്ന വഴിക്ക് ഏട്ടൻ കുറച്ച് എണ്ണക്കടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് വടിയും പിന്നെന്താ ബോണ്ടയോ മുളക് ബജ്ജിയോ എന്തൊക്കെയുണ്ട്, പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആമിക്കുട്ടിക്ക് ഒരു പരിപ്പോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായക്കൂടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതലൊരു ഡയറ്റ് പറഞ്ഞാൽ ഫുള്ളി ഡയറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം മോൾക്ക് ഫീഡ് ചെയ്യണത് കാരണം ഡയറ്റിങ് എനിക്ക് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ചില ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ചെറിയ രീതിയിലൊക്കെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. കാരണം വയറ് വല്ലാണ്ട് കൂടി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര വൃത്തികേടായി പോയി നിൽക്കണ പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനൊക്കെ ചെറുപ്പല്ലേ അല്ലേ, അപ്പോൾ ഈ ചെറുപ്പക്കാരികൾക്കൊക്കെ ഇങ്ങനെ കുടവയറൊക്കെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ കൺട്രോൾ ചെയ്ത് ചെറിയ രീതിയിലൊരു എക്സസൈസൊക്കെ ചെയ്തിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്ത് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. 30 ദിവസം ആണ് എൻ്റെ ഒരു കണക്ക്. അതിനുള്ളിൽ എന്താവും എന്തോ നമുക്ക് ലാസ്റ്റ് റിസൾട്ട് നോക്കാം അല്ലേ. ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ റിസൾട്ട് പറയുന്നതായിരിക്കും കേട്ടോ. പ്രോപ്പറായിട്ടുള്ള ഡയറ്റിംഗ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കണോ അതൊക്കെ വെച്ചിട്ടൊരു ചെറിയ ഡയറ്റിംഗ് ആണ് ഞാൻ പ്ലാൻ ചെയ്യണത്. നമുക്ക് നോക്കാം എന്താവും എന്തോ. പിന്നെ ഇതാ വീട്ടിൽ നല്ല ചക്ക വീണിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസം മുന്നേ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ മഴയത്ത് ഒരു 10-15 ചക്കയോളം വീണിട്ടുണ്ടായിരുന്നു. കുറേ അടുത്ത വീട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ കുറച്ച് ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇതാ വറക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചുക്കളിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തറവാട്ടിലേക്ക് പോയത് ചക്ക മേടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചക്കയൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. ഞാൻ എന്തായാലും ചക്കയ്ക്കൊന്ന് പൊളിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒട്ടുമിക്ക സ്ത്രീകൾക്കുള്ളൊരു പ്രശ്നം തന്നെ ആയിരിക്കും അല്ലേ, ഈ വയറ് ചാടൽ എന്നൊക്കെ പറയണത്. എനിക്ക് ഡെലിവറിക്ക് മുന്നേ വയറ് ചാടിയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞാനതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല, ഡ്രസ്സ് ഇട്ടാലൊന്നും ഇട്ട് അറിയത്തുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനതൊക്കെ വെറുതെ നോക്കിയിട്ടൊരു കാര്യമില്ല എന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്
കുറേ ഇൻസ്റ്റയിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ, ഈ വയറ് കുറയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഒരു പൊടിക്കൈകൾ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഹെവി ആയിട്ടല്ലാണ്ട് ചെറിയ രീതിയിൽ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ കുറയും, 5 മിനിറ്റ്സ് ചെയ്താൽ മതി, 30 വട്ടം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീലൊക്കെ കണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ സത്യമാണോ എന്നെനിക്കൊന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. അത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. എന്താവും എന്തോ രാവിലെ എണീച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. രാവിലെ എണീക്കുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. ചില സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് ചെയ്യണം എന്നൊരു വാശി ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഞാൻ പഴുത്ത ചക്കയായിരുന്നു, നല്ല പഴുത്തതല്ല എന്ന് വെച്ചാൽ മധുരമുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ചക്കയായിരുന്നു. അപ്പോൾ ആമിക്കുട്ടിക്കൊക്കെ കഴിക്കാൻ നല്ല പാകമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചക്കപ്പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, പഴംപൊരിക്ക് പകരം ചക്കപ്പൊരി. അപ്പോൾ ഞാൻ ഇതിൽ മിക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ലേശം ഉപ്പ്, പിന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കളറൊന്നല്ല ആഡ് ചെയ്തേക്കണേ, ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തേക്കണേ. അതൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചക്കയൊന്നും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് പുരട്ടി കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അതൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് പിടിച്ചിട്ടൊന്ന് അടിപൊളിയായി വരട്ടെ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 5:30-6 മണിയൊക്കെ ആയിട്ടാണ്. ഞാൻ കുറച്ച് മാവ് ഇപ്പുറത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലർ പഴംപൊരിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളറൊക്കെ ആഡ് ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ കളറൊന്നുമല്ല, നമ്മളിവിടെ മഞ്ഞൾപ്പൊടി തന്നെയാണ് ആഡ് ചെയ്തേക്കണത്. എന്താ പറയുക, മാവ് ശരിക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. പഴം ഇങ്ങനെ പുറത്തോട്ട്, പഴമല്ല നമ്മുടെ ചക്ക പുറത്തോട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല ഗൈസ്, കാണാൻ ലുക്കില്ലെന്നുള്ളൂ, കിട്ടുന്ന ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പഴംപൊരി ഉണ്ടാക്കണ പോലെ തന്നെ പഴം മാറ്റിയിട്ട് ചക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്ന ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്തായാലും ചക്ക സീസണല്ലേ വരാൻ പോകുന്നത്, മസ്റ്റ് ട്രൈ. ആമിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? അച്ഛനാണോ? ആമിക്ക് അയ്യോ ആമിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? അത് കഴിഞ്ഞാലോ? അയ്യോ കേക്ക് അത് കഴിഞ്ഞാൽ ആരും ഇഷ്ടം? അച്ഛന് ഫസ്റ്റ് ഇഷ്ടം ആമി അച്ഛന് ഫസ്റ്റ് ഇഷ്ടം. അച്ഛൻ പറയട്ടെ, അമ്മ അവിടെ ഇരിക്കോ? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ആമീനെ വിളിച്ച ആമി എങ്ങനെ വിളി കേൾക്കുക? അമ്മോളെ വിളിച്ച എങ്ങനെ വിളി കേൾക്കുക? എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുന്ന ഉത്തരം പറ. ആമി മോളെ എന്ന് വിളിച്ച എങ്ങനെ വിളി കേൾക്കുക? കളിക്കാതി എങ്ങനെ വിളി കേൾക്കുക? ഓന്ന് വിളി കേൾക്കുക. എങ്ങനെ? എന്നാ ഞാനൊന്ന് വിളിച്ചോ, അച്ഛന്ന് വിളിച്ചു നോക്കട്ടെ. എങ്ങനെ വിളി കേൾക്കുക? ഓ എങ്ങനെ വിളി കേൾക്കുക? ഓന്ന് വിളി കേൾക്കണേ. അച്ഛൻ വിളിക്കട്ടെ. ആമി മോളെ, ആമി മോളെ, ആമി മോളെ. ഈ പെണ്ണ് കളിക്കടി, ഈ പെണ്ണ്